ഹലോ എവരിവൺ. സൗഹൃദങ്ങളും ബന്ധങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും ഒക്കെ തരുന്നത്, അല്ലെ? എന്നാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ചില ബന്ധങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കാറുണ്ട്. അത് ചിലപ്പോൾ സൗഹൃദത്തിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാവാം. അത് ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റുകൊണ്ടാവാം, ചിലപ്പോൾ നമുക്കതിൽ യാതൊരു വിധത്തിലുള്ള മനഃപൂർവ്വമായ ഒരു പങ്കാളിത്തം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും പോലും നമുക്ക് അതുണ്ടാക്കുന്ന മാനസികമായ ആഘാതം വളരെ വലുതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വേദന എങ്ങനെ നമുക്ക് മറക്കാം, അല്ലെ അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. പലപ്പോഴും സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിനെ അംഗീകരിക്കാനും അല്ലെങ്കിൽ ആ ബന്ധം നമ്മുടെ കയ്യിൽ ഇനി ഇല്ല, അല്ലെ നമുക്ക് അത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാനും നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കുന്നതും ആ വിഷമം നല്ലൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു പോകുന്നതെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ നയിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മനഃപൂർവ്വമായിട്ട് മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിൽ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷമത്തെ മറികടക്കാനായിട്ട് സാധിക്കൂ. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ബന്ധം അതും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒന്നാണെങ്കിൽ അത് അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് നമുക്കുണ്ടാവും. അതിൽ വിഷമം കാണും, ദേഷ്യം കാണും, നിരാശ കാണും, സങ്കടം കാണും. ഇതൊക്കെ സ്വാഭാവികമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഒരു നല്ല ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അല്ലാതെ നമുക്കെന്തോ കുഴപ്പമുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ പലപ്പോഴും ചിന്ത ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. പോകാതെ തന്നെ നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആ ഒരു നഷ്ടപ്പെടലിന് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആകെ മനസ്സ് തകർന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു സങ്കടം വരുന്നോ, നിങ്ങൾ കരയുക. അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എന്താണോ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. നമുക്ക് നിരാശ വരുന്നോ, വിഷമം വരുന്നോ, ആ ഒന്ന് കരയാനായിട്ട് തയ്യാറാവുക. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ ബന്ധം അവിടെ അവസാനിച്ചു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് തയ്യാറാവുക. തുടർന്നുകൊണ്ട് പോകാനും നിലനിർത്താനായിട്ടും നമുക്ക് കഴിയാത്ത ബന്ധങ്ങള് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുക. തെറ്റ് ആരുടെ ഭാഗത്തു നിന്നായാലും മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല എങ്കിൽ അത് നമ്മളെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇത് എപ്പോഴും ചെയ്യണമെന്നല്ല. അങ്ങനെ ചെയ്താൽ ഒരിക്കലും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു ബന്ധം നഷ്ടപ്പെട്ടു എങ്കിൽ അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു അല്പസമയം ഒന്ന് ഇരുന്ന് ചിന്തിക്കുക, നല്ലൊരു റിലേഷൻഷിപ്പ് എങ്ങനെ ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു എന്ന്. അത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട ആ ഒരു വേദന മറക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ പഴയ ബന്ധത്തിന്റെ അല്ലെ ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കാത്ത ബന്ധത്തിന്റെ പുറകെ വീണ്ടും വീണ്ടും നമ്മൾ വിളക്കി ചേർക്കാൻ പോയാൽ അത് തുടർന്നുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ലാതാവും, അല്ലെങ്കിൽ അതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കില്ല. ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അവരുമായിട്ടുള്ള ബന്ധം, നമുക്ക് ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അവിടെ അറ്റുപോയെങ്കിൽ അവരുമായിട്ടുള്ള ഓർമ്മകളെയും പരമാവധി നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും വേദനാജനകമായ ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ തയ്യാറായാൽ നമുക്ക് ആ ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ല അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നമ്മുടെ ഫോണിലുണ്ട് എങ്കിൽ ഡിലീറ്റ് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. കാരണം നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും മനഃപൂർവ്വമായിട്ട് നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് അതിന് എടുക്കുക തന്നെ വേണം. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നോക്കുക, അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയും നമ്മൾ പരമാവധി ഒഴിവാക്കുക. ആദ്യം നമുക്കൊരു ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഫോഴ്സ് കാണും. എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് അത് കഴിയുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് സാധിക്കും. നമ്മൾക്ക് സാധിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ ഒരു ശ്രമം ഈ ഒരു കാര്യത്തിൽ നമുക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ട് വ്യക്തികൾക്കും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായെങ്കിൽ നമ്മൾ അവരുമായിട്ട്, ഇപ്പോൾ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ബ്രേക്ക് ആയി എന്ന് വെച്ച് കോമൺ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് കാണും. അപ്പൊ അവരുമായിട്ടായാലും സംസാരിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് ഓർമ്മപ്പെടുത്താനായിട്ട് നമ്മളെ ശ്രമിപ്പിക്കുമ്പോൾ അല്ലെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് പരമാവധി ഒഴിവാക്കുക. നമ്മുടെ ഫ്രണ്ട്സിനോടുള്ള ആ കോമൺ ഫ്രണ്ട്സിനോട് നമ്മൾ പറയുക, ആ ഒരു ബന്ധം അവസാനിച്ചതാണ്, അല്ലെ ആ സൗഹൃദം തുടർന്നുകൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിൽ
വരാൻ പാടില്ല എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് തയ്യാറാവും. ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയും ഇത് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷെ ചില സിറ്റുവേഷനിൽ ആ ഒരു ബന്ധം ഒഴിവാക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടുകയാണ് എങ്കിൽ നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കുന്നത് തന്നെയാണ് നമ്മളുടെ മുമ്പോട്ടുള്ള ലൈഫിന് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ വിഷമം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായെങ്കിൽ, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും അത് ഇപ്പോൾ തുടരാനായിട്ട് സാധിക്കാൻ മേലാത്തൊരു സാഹചര്യം ആയതിനാൽ അത് ഞാൻ വേണ്ട എന്ന് വെച്ചു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നെങ്കിൽ, അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, നമുക്ക് ഏറ്റവും അടുത്ത ഒരു വ്യക്തി, അങ്ങനെയൊക്കെ നമുക്കൊന്ന് പങ്കുവെക്കാനായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ നിങ്ങൾ തയ്യാറാവുക. ഇനി ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ മാനസിക സംഘർഷം സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്കൊരു തെറാപ്പിസ്റ്റിന്റെ ആയാലും ഹെൽപ്പ് ചെയ്ത് അവരോടായാലും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് മനസ്സിന്റെ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ ഒരുപാട് മുറിവേറ്റ ഒരു മനസ്സുമായിട്ടായിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യേണ്ട, ഒരു സെൽഫ് കെയറിന് നമുക്കൊരു പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ട ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടായ വേദന നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കാനായിട്ട് തയ്യാറാവുക. പലപ്പോഴും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുന്ന വ്യക്തികൾക്കറിയാം, അവർക്ക് സ്വന്തം കാര്യം നോക്കാനായിട്ട് ഒട്ടും സമയം കിട്ടില്ല. റിലേഷൻഷിപ്പിൽ അവരായിരുന്ന ആ വ്യക്തി പലപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തുകൊണ്ട് ആയിരിക്കണം ഈ വ്യക്തി നിൽക്കേണ്ടത് എന്നുള്ള ഒരു നിർബന്ധമൊക്കെ ഉള്ള ആളാണ് എങ്കിൽ എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കണം, അവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. സ്വന്തം കാര്യം നോക്കാൻ അതുവരെയും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് എങ്കിൽ അത് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു അല്പ സമയം മാറ്റിവെക്കാൻ തയ്യാറാകുന്നത് മനസ്സിന്റെ മുറിവുണക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് എന്തെങ്കിലും ചെയ്യുന്നതാകാം, ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക, ഇഷ്ടമുള്ള ആളുകളുമായിട്ട് നമ്മളൊരു യാത്ര പോവുക, സമയം ചെലവഴിക്കുക. ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം തരാനായിട്ട് സഹായിക്കും. എത്രയൊക്കെ മനസ്സിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും ആ ഒരു പഴയ ബന്ധത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ നിരാശ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പോസിറ്റീവായിട്ട് കിട്ടിയോ, സന്തോഷിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നല്ല കുറച്ച് നാളുകൾ അല്ലെ നിമിഷങ്ങൾ എനിക്ക് കിട്ടിയെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപാട് നിരാശയും വിഷമവും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഇനി നമുക്കൊരു ബന്ധം നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും ഒരു സൗഹൃദമാകാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകാം, എനിക്ക് ഒരിക്കലും ഞാൻ വിശ്വസിച്ചവർ എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി ആരുമായി ഞാനൊരു ബന്ധമില്ല എന്ന് കരുതേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്താഗതി കുറച്ച് നാളിൽ നമുക്ക് കാണും. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് ചാടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അത് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ ആളെയും കിട്ടും എന്ന് കരുതി പെട്ടെന്ന് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഇടയാവും. അതുകൊണ്ട് തന്നെ അതിപ്പോ സൗഹൃദമായാലും അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും അല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ നഷ്ടപ്പെട്ടു പോയ ബന്ധം ഒരിക്കലും നമുക്കൊരു തടസ്സമല്ല. ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരല്പം സമയമെടുത്ത് വേണം നമുക്ക് അങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് പോവുക. സൗഹൃദങ്ങളാണ്, നമ്മൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് നമ്മളുമായിട്ട് ഉള്ള ബന്ധം അവസാനിപ്പിച്ചുവെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ തേടുന്നതും പുതിയ ആളുകളുമായിട്ട് ഇടപെടുന്നതും ഒക്കെ നമ്മുടെ മനസ്സിന്റെ വിഷമവും ഭാരവും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മളുടെ ലൈഫിൽ നമ്മൾ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവര് എപ്പോഴും നമ്മളുടെ കൂടെ കാണണം, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊണ്ട് നമ്മളോട് കാണും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു വിള്ളൽ ഉണ്ടാവുക അല്ല നഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതകാലം മുഴുവൻ കാണുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. എപ്പോഴാണോ നമുക്ക് ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് ആ ഒരു സന്ദർഭത്തിൽ ആ വിഷമത്തിൽ നമ്മളുടെ ജീവിതം കുടുങ്ങിപ്പോകാതെ അതിൽ നിന്ന് പുറത്തു കടന്ന് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ മാനസിക സമ്മർദ്ദം പരമാവധി ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.